നാട്ടിൽ തൻ്റെ കുടുംബവും ഭാര്യയും സുരക്ഷിതമായി ജീവിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിൽ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചോര നീരാക്കി പണിയെടുക്കുന്നവരാണ് ഓരോ പ്രവാസിയും. സ്വന്തം വിശപ്പും ഉറക്കവും സന്തോഷങ്ങളും മാറ്റിവെച്ച് പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ഭാവി നൽകാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന ആ ഭർത്താക്കന്മാരുടെ മനസ്സ് നിറയെ ഒരൊറ്റ ചിന്ത മാത്രമാണ്, എൻ്റെ കുടുംബം. എന്നാൽ ആ വിശ്വാസത്തിനും സ്നേഹത്തിനും തിരികെ ലഭിക്കുന്നത് താങ്ങാനാവാത്ത വഞ്ചനയാകുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദന നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും യുവതിയെയും മകനെയും കാണാനില്ല എന്ന പരാതിയുമായി ഭർത്താവായ ജയ്സൽ രംഗത്ത് വന്നത്. വിദേശത്തു നിന്നും താൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്വർണവും പണവും എടുത്താണ് ഈ യുവതി നാട് വിട്ടതെന്നും അതെല്ലാം നഷ്ടപ്പെട്ടാലും തനിക്ക് തൻ്റെ മകനെ മാത്രം മതിയെന്ന ഈ ഉപ്പയുടെ നെഞ്ചു തകർക്കുന്ന വാക്കുകൾ നമുക്കെല്ലാം വിഷമം തന്നെയാണ് അത് ഉണ്ടാക്കി നൽകിയത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നപ്പോഴും എന്താണ് ഷഹല ഷെറിനും മകനും സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഒട്ടേറെ പ്രവാസികളുടെ ഭാര്യമാർ ഇതുപോലെ തന്നെ കാണാതായി അന്യമതത്തിൽപ്പെട്ട പുരുഷന്മാരുടെ കൂടെയോ അർഹതയില്ലാത്ത ബന്ധങ്ങളിലേക്ക് എടുത്തുചാടി ജീവിതം നശിപ്പിച്ച കഥകൾ നമ്മൾ ഒട്ടേറെ കേട്ടതുകൊണ്ട് ഇതും അത്തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കുവാനുള്ള യാതൊരു തെളിവും ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. ഷഹല ഷെറിൻ എന്ന ഈ യുവതി സ്വന്തം ഭർത്താവിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലം കൊണ്ട് മുങ്ങിയത് ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെയാണെന്നുള്ള വാർത്ത. നിരന്തരം മൊബൈൽ നന്നാക്കണം എന്നുള്ള കാര്യവുമായി ആ ഷോപ്പിലെത്തിയ യുവതിയും ഷോപ്പ് ഉടമയും അഗാധ പ്രണയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. തനിക്ക് വേണ്ടി മരുഭൂമിയിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് തനിക്കും തൻ്റെ മകനും വേണ്ടി സ്വന്തം സന്തോഷങ്ങളെ മാറ്റിവെച്ച് ജീവിക്കുന്ന ജയ്സലിനെ ഓർക്കാൻ ഷഹല ഷെറിന് ആ സമയത്ത് സാധിച്ചില്ല എന്നതാണ് വാസ്തവം. ഷഹല ഷെറിൻ്റെ ഈ ചിന്തയില്ലാത്ത പ്രവൃത്തി മൂലം ഉപ്പയെ നഷ്ടപ്പെട്ടത് ഷഹല ഷെറിൻ്റെ മകന് മാത്രമല്ല, ഈ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്കും ഭാര്യയും 3 മക്കളുമുണ്ട്. ആ മക്കളുടെ അവസ്ഥയും വേദനാജനകം തന്നെ. 2 കുടുംബങ്ങളുടെ സമാധാനവും സ്വസ്ഥതയുമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇവർ കെടുത്തിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയോ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും പടുത്തുയർത്തിയ 2 കുടുംബ ജീവിതങ്ങളാണ് ഇന്ന് അനാഥമായിരിക്കുന്നത്. താൻ ചോര നീരാക്കി സമ്പാദിച്ചതൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഭർത്താവിൻ്റെ അവസ്ഥ അതിനേക്കാളും പരിതാപകരം. മരുഭൂമിയിലെ ഏകാന്തതയിൽ ആത്മവഞ്ചനയുടെ മുറിവുകൾ ഏറ്റുവാങ്ങി നാട്ടിലെത്തിയ ജയ്സൽ പറയുന്നത് ഒരു കാര്യമാണ്, എനിക്കെൻ്റെ സമ്പത്തോ ഒന്നും വേണ്ട, എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതി. മറുഭാഗത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത ആ മൊബൈൽ ഷോപ്പുകാരൻ്റെ ഭാര്യയുടെയും അച്ഛനില്ലാതെ അനാഥരായി പോയ ആ 3 പിഞ്ചു മക്കളുടെയും ഭാവി, അവരുടെ കണ്ണീരിന് ആര് ഉത്തരം നൽകും? പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും കെട്ടിപ്പടുക്കേണ്ട ദാമ്പത്യ ബന്ധങ്ങളെ ഇത്തരത്തിൽ വഞ്ചിക്കുമ്പോൾ അതിൽ തകരുന്നത് പലരുടെയും ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ്. ഇങ്ങനെ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ വഞ്ചിച്ച് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഒട്ടേറെ കേട്ടറിഞ്ഞതാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഇനി ഇവർ നേരിടാൻ പോകുന്ന പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം തന്നെയുള്ള വാർത്തകളും വീഡിയോകളും നമ്മൾ കണ്ടിട്ടും പിന്നീടും എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലേക്കൊരു വഴിയിലേക്ക് ചെന്നെത്താൻ കഴിയുന്നത്? മനുഷ്യരെ വഞ്ചിക്കാം, നാടിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിച്ചോടാം, എന്നാൽ താൽക്കാലികമായ മോഹങ്ങൾക്ക് വേണ്ടി സ്വന്തം മാനം പണയം വെച്ച് ഇറങ്ങി പുറപ്പെടുന്നവർ ഓർക്കുക, ഒരു പ്രവാസിയുടെ നെഞ്ചു പൊട്ടിയുള്ള കണ്ണീരും പ്രാർത്ഥനയും ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്.